അനുപമയുടെ നിലപാട് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അനുപമയ്ക്കൊരു ഗിഫ്റ്റായിട്ട് മറ്റും തരാൻ ആഗ്രഹിക്കുന്നത്. ഇത് നമ്മുടെ പുരുഷാവകാശ കമ്മീഷന്റെ ബില്ലാണ്, അല്ലെങ്കിൽ പുരുഷ കമ്മീഷന്റെ സ്വകാര്യ ബില്ലാണ്. ഏകദേശം 11 മാസമായി നമ്മുടെ കേരള നിയമസഭയിൽ ഇരിക്കുന്ന 246 നമ്പർ ബില്ല് പെരുമ്പാവൂർ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളി തയ്യാറാക്കിയതാണ്. ഇത് അതിന്റെ ഒരു കോൺസെപ്റ്റ് പേപ്പർ മറ്റുമാണ്. ഞാൻ പറച്ചിലിന് വേണ്ടിയല്ല ഇതിന്റെ, അതായത് ആൾക്കാർ അറിയാൻ വേണ്ടി ഇതിന്റെ ഫസ്റ്റ് വരി ഞാനൊന്ന് വായിക്കാം. കാര്യം എത്രമാത്രം സത്യസന്ധമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. അതിന്റെ ഫസ്റ്റ് വരിയാണ്: സ്ത്രീകൾക്കാണ് സമൂഹവും നിയമവും മുൻഗണന നൽകേണ്ടത് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. അതോടൊപ്പം പുരുഷന്റെ പ്രശ്നങ്ങൾ അവഗണിക്കുകയും ചെയ്യരുത്. സ്ത്രീകൾക്കാകണം പ്രയോറിറ്റി, പ്രിഫറൻസ്. കാര്യം നൂറ്റാണ്ടുകളുടെ ഒരു പിന്നോക്കാവസ്ഥ സ്ത്രീകൾക്കൊണ്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ചെങ്കിലും സതി അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഏതെങ്കിലും പുരുഷൻ എങ്ങനെ സ്ത്രീ മരിച്ചു, ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ് ചെതയി ചാടിയിട്ടുണ്ടോ? ഇല്ല. ഇന്നും ബസ്സിൽ പോകുമ്പം എനിക്കോ ക്യാമറ എടുക്കുന്ന ആൾക്കാർക്കോ കയ്യിലൊരു മുട്ടുസൂചിയോ സേഫ്റ്റി പിന്നോ കരുതിക്കൊണ്ട് പോകേണ്ട ആവശ്യം വരാറില്ല. സ്ത്രീകൾക്കും നിങ്ങൾക്കോ വേണ്ടി വരാറുണ്ട്. ചരിത്രപരമായി പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല, 100% ശരിയാണ്. എന്നാൽ അതോടൊപ്പം വ്യാജ പരാതികളുടെ വിഷയം കൂടിയുണ്ട് എന്നുള്ളതാണ്. അടുത്ത വരി: സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം. എല്ലാ കണക്കുകളും പഠനങ്ങളും അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത്. അതോടൊപ്പം മാറുന്ന ലോകത്തിൽ പുരുഷന്മാർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് വനിതാ/യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ എന്ന ആവശ്യവും ഉയരുന്നത്. ഇന്ന് നമുക്കത് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. ആപ്പിന്റെ MP ആണ്, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനും മറ്റുമായ ഡോക്ടർ അശോക് കുമാർ മിത്തൽ സാറാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. നമ്മുടെ നാട്ടിൽ 11 മാസമായിട്ട് പെൻഡിങ് ആണെങ്കിലും അത് എത്തിക്കാൻ കഴിഞ്ഞു.